ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ലേഖന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ മക്കളെ. തത്ത വന്നു, തത്ത വന്നു. തത്ത പാറി, തത്ത പാറി. കാക്ക വന്നു, കാക്ക വന്നു. കാക്ക പാറി, കാക്ക പാറി. കുരുവി വന്നു, കുരുവി വന്നു. കുരുവി വന്നു. കുരുവി പാറി, കുരുവി പാറി. തത്ത വന്നു, തത്ത പാറി. കാക്ക വന്നു, കാക്ക പാറി. കുരുവി വന്നു, കുരുവി പാറി. മയിൽ വന്നു, മയിൽ വന്നു. മയിൽ പാറി, മയിൽ പാറി. ചിരിച്ചു, ചിരിച്ചു. പൂവ് ചിരിച്ചു എന്ന് വായിച്ചല്ലോ, പഠിച്ചല്ലോ. ചിരിച്ചു. ഈച്ച, നമ്മൾ ച വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ എഴുതുന്നത്. ഈച്ച. പച്ച, പച്ച. പൂച്ച. കുടിച്ചു. രസിച്ചു. മനസ്സിലായില്ലേ? ഇതേതാ വാക്ക്? മ്പ വെച്ചിട്ടുള്ള വാക്ക് നമുക്ക് നോക്കാം. പൂമ്പാറ്റ, പൂമ്പാറ്റ. തുമ്പി, തുമ്പി. പൂമ്പാറ്റ, തുമ്പി. ഇത് രണ്ടും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? കമ്പി അറിയില്ലേ? കമ്പി. ശ്രദ്ധിച്ചെഴുതിയില്ലെങ്കിൽ ഇത് സാ പോലെ ആവുകയെ, അതുകൊണ്ട് ശ്രദ്ധിച്ചെഴുതണം. കമ്പി. പൂമ്പാറ്റ, തുമ്പി, കമ്പി. ഇത്രയും വാക്കുകൾ നമ്മൾ വെച്ചിട്ട് നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അവരോട് എഴുതി വരാൻ പറയാ. ഇതെന്താണ് വായിക്കുക? പോ രണ്ട് പ എഴുതുമ്പോൾ അമർത്തി പറയണം. പോ റോ
പോ ഇറോ. ഓ ചിഹ്നമാണിത്. ഈ ചിഹ്നത്തിൻ്റെ പേരാണ് ഓ ചിഹ്നം. ഏതക്ഷര നടുവിലിടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചിഹ്നം വായിക്കാം. ഇപ്പം ഏ ചിഹ്നം നമ്മൾ ആദ്യം ഇടും. പിന്നെ ഒരു അക്ഷരം എഴുതി. ഇപ്പം ഏതക്ഷരം തേ. തേ ആയി. പിന്നെ അത് തോ ആയി. തോണി. തോ ആണ് വായിക്കുക. ഇതെന്താ വായിക്കുക? കോ. കോ. കോണി. കോണി. മനസ്സിലായില്ലേ? ഓ ചിഹ്നം ഏതാന്ന്? ഇതും കോ. കോടി. കോടി. കോ ഴി. കോഴി. കോഴി. ഓ ചിഹ്നം വെച്ച വാക്കുകളാണ് ഇതൊക്കെ. അടുത്തത് ചോറ്. 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 തോണി. കോണി. കോടി. കോഴി. ചോറ്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. നന്നായിട്ട് എഴുതി പഠിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.